സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ SIR എന്നതുകൊണ്ട് BJP എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ വിരുദ്ധമായ ഫലങ്ങളാണ് തുടക്കത്തിൽ SIR കൊണ്ട് അവിടെ ഉണ്ടായത്. ബംഗാളിലെ ഹിന്ദുക്കൾക്കിടയിൽ കടന്നു കയറാനുള്ള BJPയുടെ പരാജയവും ബംഗാളിലെ ഹിന്ദുക്കളെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ മമതാ ബാനർജിക്ക് ഉണ്ടാകുന്ന വലിയ വിജയവുമാണ്. സ്റ്റാലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ADMKക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് പകരക്കാരനായി വോട്ട് ചെയ്യണമെങ്കിൽ അത് വിജയിക്കായിരിക്കുമെന്നാണ് ചെറുപ്രായക്കാർ കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പ്രാധാന്യമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അസം, പുതുച്ചേരി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഫലം എന്തായിരിക്കുമെന്നുള്ളത്, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെ ഫലം എന്തായിരിക്കുമെന്നത് വളരെ നിർണായക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് ഭരിക്കുന്ന BJPക്കും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 23-ാം തീയതി നടക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പുകളാണ്. എന്തായിരിക്കും അവിടെയുള്ള ജനവിധി? അവിടെ ഭരണ തുടർച്ചയാണോ സംഭവിക്കാൻ പോകുന്നത്? അത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനായി സീനിയർ ജേർണലിസ്റ്റായ ശ്രീ ഷാജി M. ജോസഫ് ഉണ്ട്. അദ്ദേഹം പബ്ലിക് അജണ്ടയുടെ ചീഫ് എഡിറ്റർ കൂടിയാണ്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്കറിയാനുള്ളത്, താങ്കൾ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തുകയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അവിടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്, ഇതെല്ലാം നിരീക്ഷിക്കുവാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലേക്ക് താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ പശ്ചിമ ബംഗാളിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഈ പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കാൻ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ വളരെ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും BJP അവിടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കും, 100-ലധികം സീറ്റുകൾ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും 100-ൽ താഴെ 77 സീറ്റുകൾ മാത്രമാണ് അന്ന് അവിടെ BJPക്ക് പിടിക്കാൻ സാധിച്ചത്. എന്നാൽ ഇപ്രാവശ്യം BJPക്ക് കൈവിട്ടു പോയ ഒരു സംസ്ഥാനം അതല്ല എങ്കിൽ BJP കയ്യിൽ ഒതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനം അത് ബംഗാളാണ്. ആ ബംഗാളിൽ എന്ത് വില കൊടുത്തും, ഹിന്ദിയിലൊക്കെ പറയും പോലെ സാം ദാം ദണ്ഡ് ഭേദ്, എന്ത് വഴികൾ ഉപയോഗിച്ചാണെങ്കിലും അധികാരം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJP, നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കൊണ്ടുവന്ന് ബംഗാളിൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ നീക്കത്തിൽ ബംഗാളിൽ നടന്നത് എന്ന് പറയുന്നത് SIRന്റെ വിഷയം വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി, അത് കോടതിയിൽ പ്രവേശിച്ചു. എന്നാൽ ഇപ്പോൾ BJPക്ക്, നമുക്കറിയാം BJPയുടെ 2021 വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പശ്ചിമ ബംഗാളിലെ വടക്കൻ ബംഗാൾ ജില്ലകളിൽ വലിയ നീക്കങ്ങൾ നടത്താൻ BJPയെ കൊണ്ട് സാധിച്ചു എങ്കിലും പശ്ചിമ ബംഗാളിലെ ദക്ഷിണ ബംഗാൾ മേഖലയിൽ സൗത്ത് ആൻഡ് നോർത്ത് 24 പർഗനാസ്, ഹൂഗ്ലി അങ്ങനെയുള്ള ഈ മേഖലകളൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊന്നും BJPക്ക് ഒരു സംഘടനാ ശക്തി തെളിയിക്കാൻ സാധിച്ചില്ല. എന്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോഴും BJPക്ക് പശ്ചിമ ബംഗാളിലെ ഭരണകേന്ദ്രം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സംഘടനാ ശക്തി TMCയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ബംഗാളിൽ BJP എന്ത് പ്രകടനം കാഴ്ചവെച്ചാലും സൗത്ത് ബംഗാളിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ ജില്ലകളിലേക്ക് വരുമ്പോൾ, അത് നദിയെ ആണെങ്കിലും ഹൂഗ്ലി ആണെങ്കിലും സൗത്ത് ആൻഡ് നോർത്ത് 24 പർഗനാസ് ആണെങ്കിലും ഒക്കെ അവിടെ TMCയുടെ ഒരു തേരോട്ടം തന്നെയാണ് രാഷ്ട്രീയപരമായും സംഘടനാപരമായും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ TMCയെ
പരാജയപ്പെടുത്താനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ശേഷി രാഷ്ട്രീയപരമായും സംഘടനാപരമായും BJPക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ 2026 തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും മമതാ ഒരു ബാനർജിയും പ്രധാനപ്പെട്ട TMCയും അവരുടെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ ഈ SIRൻ്റെ ഉണ്ടായിരിക്കുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BJPക്ക് എന്ത് തരത്തിലുള്ള നേട്ടങ്ങളാണ് അതിൽ നിന്നുണ്ടാകാൻ പോകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം തോന്നുന്നു. സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ SIR എന്നതുകൊണ്ട് BJP എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ വിരുദ്ധമായ ഫലങ്ങളാണ് തുടക്കത്തിൽ SIR കൊണ്ട് അവിടെ ഉണ്ടായത്. ആദ്യത്തെ കടമ്പ SIR എത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടർമാരെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു വന്ന മത്തുവ ജാതികളായിരുന്നു. അവിടുത്തെ മത്തുവ ജാതികൾ എന്ന് പറയുന്നത് BJPയുടെ കോർ വോട്ടർമാരാണ്. ഇവരിലൊരു വലിയ വിഭാഗത്തിന്റെ വോട്ട് നിഷേധിക്കപ്പെട്ടു ഈ SIRൽ. അതുകൊണ്ട് തന്നെ SIR ആദ്യത്തെ റൗണ്ടിൽ ബംഗാളിൽ നടത്തിയത് ശരിയായില്ല എന്നൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ഒരിക്കൽ കൂടി അതിനെ കൂടുതൽ ശക്തമായി നടപ്പാക്കണം, കൃത്യമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിലേക്ക് നീങ്ങിയപ്പോഴാണ് മൂർഷിദാബാദ്, ദിനാജ്പൂർ, അതായത് മുസ്ലിം ഡൊമിനേഷൻ ഉള്ള മേഖലകളിലേക്ക് ഈ SIR കയറിയത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SIR എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആന്റി മുസ്ലിം മൂവ്മെന്റ് ആയിട്ടാണ് ബംഗാളിലേക്ക് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയ TMC ലീഡർഷിപ്പ്, മമതാ ബാനർജിയും അവരോടൊപ്പം നിൽക്കുന്ന TMCയുടെ നേതൃനിരയും മുസ്ലിം വോട്ടേഴ്സിനെ കൃത്യമായിട്ടും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ SIRൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയ നീക്കങ്ങൾ നടത്തി. അതിന്റെ കാരണം എന്ന് പറയുന്നത് TMCയുടെ സംഘടനാ ബലമാണ്. ആ സംഘടനാ ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ TMCക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വലിയ മുസ്ലിം വിഭാഗം, നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. 27% മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ മമതാ ബാനർജിയുടെ ഒരു വോട്ടിന്റെ കോട്ടയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന മേഖലകൾ, പ്രത്യേകിച്ച് ദിനാജ്പൂർ മേഖലയിലൊന്നും വലിയ രീതിയിൽ മുസ്ലിങ്ങളെ പുറത്താക്കാൻ ആദ്യത്തെ റൗണ്ടിൽ SIRന് സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ രണ്ടാം റൗണ്ടിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് തലങ്ങും വിലങ്ങും പ്രൂവ് ചെയ്യാനുള്ള പേപ്പറുകൾ കൊണ്ട് കൊടുത്തിട്ട് പോലും അവരുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു നീക്കം നടത്തി. അതാണ് കാര്യങ്ങളെ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ SIRലൂടെ എന്ത് ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ പോലും മമതാ ബാനർജിയും അവരോടൊപ്പം നിൽക്കുന്ന TMCയുടെ ഒരു സംഘടനാ ബലവും കൂടെ ചേർന്ന് ഈ എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. പക്ഷേ ഈ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ BJP നടത്തുന്നുണ്ടായിരുന്നല്ലോ, ചില സംഘടനകളെല്ലാം ഉപയോഗിച്ചു. അതിനെയും പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നിങ്ങളിപ്പോൾ റെഫർ ചെയ്യുന്നത്. കബീറിന്റെ റെഫർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ AIMIM കബീറിന്റെ പാർട്ടിയും ചേർന്നുകൊണ്ട് ഒരു മൂവ്മെന്റ് നടത്താൻ ഒരു നീക്കം നടത്തിയപ്പോൾ അതിനെ പൊളിക്കാനുള്ള, അതിനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് TMCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് AIMIM ഒരു കാരണവശാലും കബീറുമായി ചേർന്ന് ഒരു നീക്കം നടത്തില്ല. കാരണം കബീർ എന്ന് പറയുന്നത് BJPയുടെ ഏജന്റ് ആണ് എന്ന് മമതാ ബാനർജി കൃത്യമായി പ്രൂവ് ചെയ്തു അവിടെ. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടിൽ വിള്ളലുണ്ടാക്കി മമതയെ പരാജയപ്പെടുത്താം എന്നുള്ള BJPയുടെ മോഹം, അതല്ല എങ്കിൽ മമതയ്ക്കെതിരെ നിൽക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും അതൊന്നും അവിടെ നടപ്പാകില്ല എന്നത് മമതയുടെ സംഘടനാ ശക്തിയുടെ വലിയ ബലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബംഗാളിൽ മമതയെ പരാജയപ്പെടുത്തണമെങ്കിൽ BJPക്ക് മമതയുടെ പാർട്ടിയായ TMCയുടെ സംഘടനാ ബലത്തോട്
തത്തുല്യമായി നിൽക്കുന്ന ഒരു സംഘടനാ ശക്തി എന്നുണ്ടാകുന്നു, അന്ന് മാത്രമേ ബി ജെ പിക്ക് അവിടെ മമതയെ പരാജയപ്പെടുത്തി അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബംഗാൾ ഇപ്പോഴും നമ്മളെ കാണിക്കുന്നത് മമതാ ബാനർജിയുടെ ഒരു വലിയ രാഷ്ട്രീയ സംഘടനാ ശക്തി തന്നെയാണ് സുനിൽ. ബംഗാളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും മമതയും തമ്മിലുള്ള ഒരു മത്സരമല്ല നടക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ഈ സംഘടനാപരമായ ബി ജെ പിയുടെ ദൗർബല്യം തന്നെയാണ് അതിൻ്റെ കാരണവും, പ്രധാനപ്പെട്ട കാരണവും. ടി എം സിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഘടനാപരമായി ബി ജെ പി ഇപ്പോഴും ദുർബലമാണ്. പക്ഷേ അതിൻ്റെ ഒരു വോട്ട് ബേസിനെ വിപുലമാക്കാൻ 2021 കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച ദക്ഷിണ ബംഗാളിലുമായി യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, വടക്കൻ ബംഗാളിലെ ബി ജെ പിയുടെ കടന്നുകയറ്റം 2021 77 സീറ്റുകൾ നേടിക്കൊണ്ട് അവർ കാണിച്ചു. അതിനെ നേരിടാൻ വേണ്ടി മമത കഴിഞ്ഞ 5 വർഷമായി അധികാരത്തിലിരുന്നു കൊണ്ട് വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കുച്ച് ബിഹാർ വരെയുള്ള ഈ 3 ജില്ലകളിലും മമതാ ബാനർജിയുടെ പാർട്ടിയായ ടി എം സിയുടെ ബലഹീനതകളെ മാറ്റിമറിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ തന്റെ സംഘടനാ ശക്തിയും ലീഡർഷിപ്പും ഉപയോഗിച്ച് മമത കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 77 സീറ്റുകൾ നിലനിർത്താനെങ്കിലും സാധിക്കുമോ എന്നുള്ളൊരു ഭയം ഈ പ്രാവശ്യം ബി ജെ പിക്കുള്ളത്. അതുകൊണ്ട് മമത ഏറ്റുമുട്ടുന്നത് സുവേന്ദു അധികാരിയുമായി ഭവാനിപ്പൂരിൽ മത്സരിക്കുന്നു എന്നതല്ല കാര്യമെന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശത്രുതാപരമായി പെരുമാറുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയും കൂടിയാണ് മമത ഈ പ്രാവശ്യം നേരിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരു കാര്യം ശരിയാണ്, മമതാ ബാനർജി കഴിഞ്ഞ 1 വർഷങ്ങളിലും നേരിടാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായി ബി ജെ പിയിൽ നേരിടുന്നത്. എന്നിരുന്നാലും ബി ജെ പിയുടെ നിലവിലുള്ള അവരുടെ ബലക്ഷയം, വോട്ടിന്റെ കാര്യത്തിലുള്ള ബലക്ഷയം, മമതയുടെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് കയറാനുള്ള അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം, ഇതിനെതിരായി മമത കാണിച്ചുകൊണ്ടിരിക്കുന്ന വടക്കൻ ബംഗാളിലെ തന്റെ പാർട്ടിയുടെ റിവൈവൽ, ഇത് മമതയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സൗത്ത് ബംഗാൾ മേഖലകളിൽ മമതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഹിന്ദു സപ്പോർട്ടുണ്ട്. നമ്മൾ 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് നോക്കുക. 2021 മമതാ ബാനർജി, നമ്മളൊക്കെ കേൾക്കുന്നത് മമതാ ബാനർജി ഹ്യൂജ് മുസ്ലിം സപ്പോർട്ട് കൊണ്ടാണ് ജയിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, അതല്ല ഫാക്ട്. ഈ ഫാക്ട് എന്ന് പറയുന്നത്, മമതാ ബാനർജിയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ബംഗാളിലെ ഹിന്ദുക്കൾക്കിടയിൽ കടന്നു കയറാനുള്ള ബി ജെ പിയുടെ പരാജയവും ബംഗാളിലെ ഹിന്ദുക്കളെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ മമതാ ബാനർജിക്ക് ഉണ്ടാകുന്ന വലിയ വിജയവുമാണ്. അതോടൊപ്പം മമതാ ബാനർജിക്ക് ഹ്യൂജ് മജോറിറ്റി, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടി എം സി ജയിക്കുന്ന മിക്കവാറും സീറ്റുകളിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ്. അത് മുസ്ലിം ഡൊമിനേഷനുള്ള ദിനാജ്പൂർ ആണെങ്കിലും അതുപോലെ തന്നെ നദിയ പോലുള്ള മേഖലകളിലുമൊക്കെ അവർ ജയിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലകളിലും ജയിക്കുന്നത് മോശമായ ഭൂരിപക്ഷത്തിലല്ല. അതിന്റെ അർത്ഥം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള അത് മെദിനിപ്പൂർ ഈസ്റ്റ് ആണെങ്കിലും വെസ്റ്റ് മിഡ്നാപൂർ ആണെങ്കിലും പുരുളിയ ആണെങ്കിലും ഇതെല്ലാം പൊളിറ്റിക്കലി വോളറ്റൈൽ ആയിട്ടുള്ള ജില്ലകളാണ്. ഈ ജില്ല ജാർഗ്രാം, ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ജാർഗ്രാം, ഇതുപോലുള്ള ജില്ലകളിലൊക്കെ മമതാ ബാനർജിയുടെ വിജയം എന്ന് പറയുന്നത് മോശം ഭൂരിപക്ഷത്തിലാണ്. അവർ ബി ജെ പിയെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് ഒരു പരിധി കടത്തിവിടാൻ അനുവദിക്കുന്നില്ല മമതാ ബാനർജി. അതുകൂടിയാണ് മമതാ ബാനർജിയുടെ വിജയത്തിൽ ഒരു ബംഗാളികളുടെ ഒരു ബംഗാളി പ്രൈഡ് എന്നൊരു സംഗതി കൂടെ മമതാ ബാനർജി വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയുന്നെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മമതാ ബാനർജി ഒരു സബ് നാഷണലിസം ആണല്ലോ പറയുന്നത്. അതെ അതെ അതെ, ദി ബംഗാളി അസ്മിത. അതെ, ബംഗാളി അസ്മിത.
ദി ഐഡന്റിറ്റി ഓഫ് ദി ബംഗാളീസ്. അതെ അതെ അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് പുറത്തുനിന്ന് വരുന്ന മോദിയും അതെ അമിത്ഷായും ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതെ ബംഗാളിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ബംഗാളിനെ ഹിന്ദിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നടക്കുന്നത് എന്നാണ് മമത പറയുന്നത്. അതെ അതെ ഇത് ബംഗാളി സബ് കോൺഷ്യസിനെ കൂടെ നിർത്താനുള്ള അവരുടെ തീവ്രമായ, അവരുടെ കൗശലം നിറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണിത്. അതെ 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 അതുകൊണ്ടാണ് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഹിന്ദുവാണ്. മമതയോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ വലിയ മമത കാണിക്കുന്നത്. അതെ അതെ ഇത് അവരുടെ രാഷ്ട്രീയത്തിന്റെ വലിയൊരു ഒരു നീക്കം തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ബി ജെ പി പ്രസംഗിക്കുന്ന ഈ എന്താണത് പറയുന്നത്, ഒരു തരത്തിലുള്ള നാഷണലിസം ഉണ്ടല്ലോ, ആ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, അത് തീവ്ര ദേശീയ ബംഗാളി വികാരം. സബ് കോൺഷ്യസിന് മുമ്പിൽ ആ തീവ്ര ദേശീയ വികാരത്തിന് മുൻപിൽ ബി ജെ പിക്ക് ഒരു കാരണവശാലും ബംഗാളി കോൺഷ്യസിനെ കീഴടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗാളി ഐഡന്റിറ്റി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ മുദ്രാവാക്യം. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം. എന്തുകൊണ്ട് മമതാ ബാനർജിക്ക് ബംഗാളികളെ കൂടെ നിർത്താൻ കഴിയുന്നു എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് അവിടെ ഭരിച്ചിരുന്ന രണ്ട് പാർട്ടികളെക്കുറിച്ച് കൂടെ പരാമർശിക്കാതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ദീർഘകാലമായി ബംഗാൾ ആദ്യഘട്ടത്തിൽ 77 വരെ ഭരിച്ചിരുന്ന കോൺഗ്രസും അതിനുശേഷം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷവുമാണ്. ഈ രണ്ട് പാർട്ടികളുടെ ഇപ്പോൾ അവർ രണ്ടായിട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഒരു മുന്നണിയായി സഖ്യത്തോടെ മത്സരിച്ചുവെങ്കിലും ISF എന്ന പാർട്ടിക്ക് ഉള്ള ഒരു സീറ്റിൽ മാത്രം അവർക്ക് ഒതുങ്ങേണ്ടി വന്നു. കോൺഗ്രസിനോ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ഇത്തവണ അവരുടെ അവിടുത്തെ സ്ഥിതി എന്താണ്? കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും സ്ഥിതി എന്താണെന്നുള്ളത്. ഇത്രയും സമയം നമ്മൾ ബംഗാളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വാക്ക് പോലും കോൺഗ്രസിനെ കുറിച്ചോ CPIM കുറിച്ചോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ചോ ഞാൻ സംസാരിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് പാർട്ടികളുടെയും അവിടുത്തെ സ്ഥിതിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് TMC വേഴ്സസ് BJP. തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളമായിരുന്ന ബംഗാളിലാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മമതാ ബാനർജി എന്ന് പറയുന്ന ആ ലീഡർ, അവർ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നിലയ്ക്ക് നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള നീക്കങ്ങളാണ് മമതാ ബാനർജി നടത്തിയത്. അങ്ങനെ കോൺഗ്രസിനെ അവർ വൈപ്പ് നീക്കങ്ങൾ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രണബ് മുഖർജിയും മമതാ ബാനർജിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി. കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് TMC ഉണ്ടായപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് 34 അല്ലെങ്കിൽ 36 വർഷമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിലും അവർ വളരെ സിംഗൂറിലൂടെയും നന്ദിഗ്രാം എന്ന് പറയുന്ന രണ്ട് സംഭവത്തിലൂടെ അവർ CPIM ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തിന്റെ ലീഡർഷിപ്പിനെയും ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോലുള്ള ഒരു ഫിലോസോഫിക്കൽ മാർക്സിസ്റ്റിനെയും ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ അവർ വിജയിച്ചു എന്നുള്ളത്. അതിനുശേഷമാണ് അവരുടെ മാസ് ബേസ് ഇല്ലായ്മയായി എന്നത് മാത്രമല്ല, അവരുടെ ഭൂരിപക്ഷം വരുന്ന കാഡറുകൾ BJPയിലേക്ക് ചുവട് മാറ്റി. കാരണം പരമ്പരാഗതമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വത്തെ, TMCയുടെ നേതൃത്വത്തെ, മമതാ ബാനർജിയുടെ കൂടെ പോകാൻ അവർക്ക് രാഷ്ട്രീയപരമായി ഒരു സാധ്യതയില്ലാതെ വന്നുകൊണ്ടാണ് BJPയിലേക്ക് ചുവട് മാറ്റി വെച്ചത്. മമതയെ ഒതുക്കുക, മമതയെ തീർക്കാൻ വേണ്ടിയാണ് BJPയുടെ കൂട്ടുപിടിക്കുന്നത്. എന്നാൽ മമതാ ബാനർജിയിലേക്ക് കൂടെ പോന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും, പഴയ കോൺഗ്രസ്സുകാർ, അവരെല്ലാവരും മമതാ ബാനർജിയോടൊപ്പം അണിനിരന്നുകൊണ്ട് ഒരു വലിയ ശക്തിയായി ഉയർത്തും. മമതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ കോട്ടകൾ ഇളക്കി മറിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർ നീങ്ങിയപ്പോൾ പകരം നിൽക്കാൻ മമതയെ നേരിടാൻ ഒരു ശക്തി അവിടെ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അവിടെയാണ് പിന്നീട് ഇങ്ങോട്ട് കാലക്രമേണ BJP എന്ന് പറയുന്ന ശക്തി മമതയുടെ പരമ്പരാഗത വൈരികളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി നിലനിർത്താനുള്ള വലിയ സമരത്തിലാണ് ഇടതുപക്ഷം.
കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ബംഗാളിലെ ഷോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പരിതാപകരമാണ്. ഈ പ്രാവശ്യവും ഒരു സീറ്റെങ്കിലും നേടാൻ CPIM-നും കോൺഗ്രസിനും സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കോൺഗ്രസിന്റെ വലിയ നേതാവായി നിൽക്കുന്ന അധീർ രഞ്ജനെ പോലെയുള്ളവർ ജയിച്ചു വന്നാൽ അത് പാർട്ടിയുടെ ബലം കൊണ്ടൊന്നുമല്ല. അധീർ രഞ്ജനെ പോലെയുള്ള ശക്തനായ ഒരു നേതാവിന് താൻ മത്സരിക്കുന്ന മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ട് ജയിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അല്ലാതെ ഈ രണ്ട് പാർട്ടികളെ കുറിച്ചും നമുക്ക് വലുതായിട്ടൊന്നും അവിടെ സംസാരിക്കാനുള്ള സാധ്യതകളൊന്നും ഞാൻ അവിടെ കാണുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതനുസരിച്ചിട്ട് ബംഗാളിൽ ഒരു ഭരണമാറ്റത്തിന് തൽക്കാലം സാധ്യതകളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് കൂടെ വരാൻ തോന്നും. തമിഴ്നാട്ടിലും 23-ന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ 23-നും 29-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ 23-ന് ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും തുടർച്ചയായി നടക്കുന്ന സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് തമിഴ്നാട്ടിലും നിലനിൽക്കുന്നത്. അതിന് ഈ തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ AIDMKയും BJPയും സ്റ്റാലിനെ എതിർക്കാനുള്ള മുന്നണിയായി നിൽക്കുമ്പോൾ TVK എന്ന പേരിൽ നടൻ വിജയ് ഒരു പുതിയ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ഒരു പ്രതിപക്ഷ ഭരണം പിടിക്കുമെന്നുള്ള നിലയ്ക്കാണ് ഉയർത്തിക്കൊണ്ട് വരുന്നതെങ്കിലും ഒരു എക്സ് ഫാക്ടറായി ഇന്ന് വിജയ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു ത്രികോണ മത്സരമെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും 3 രാഷ്ട്രീയ ശക്തികൾ പ്രബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. ആ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വളരെ കാര്യമായി ഇറങ്ങിയില്ല എന്നതിലും അപ്പുറം തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ മേഖലകളിലും ചെന്നൈയിലും ഇപ്പോഴത്തെ പ്രചരണ വേദികളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, കേരളത്തെ പോലെ തന്നെ മാറി മാറി വരുന്ന ഭരണകക്ഷികളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഏതാണ്ട് 3 പ്രാവശ്യം മാത്രമാണ് തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഗവൺമെന്റുകൾ അധികാരത്തിൽ തുടർന്നിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗവൺമെന്റിന്, DMK ഗവൺമെന്റിന് ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിലും ആ ഭരണവിരുദ്ധ വികാരമായി മാറാനുള്ള വോട്ടുകൾ AIDMK BJP സഖ്യത്തിലും അതിലും കൂടുതൽ സിനിമാ നടനായ വിജയ് നേതൃത്വം കൊടുക്കുന്ന TVKയ്ക്കുമിടയിൽ ഭിന്നിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നപ്പോൾ കന്യാകുമാരിയിലൊക്കെ പോയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ പുറകിൽ യുവജനങ്ങളുടെ വലിയ ആവേശമുണ്ട്. ആണുങ്ങളായാലും സ്ത്രീകളായാലും അതൊരു വലിയ ഒരു ഫാൻ ഫെയർ ആണ്. അത് എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. വലിയ ഫാൻ ഫെയർ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളിലും അദ്ദേഹത്തിന്റെ പ്രചരണ വേദികളിലും ചെറുപ്രായക്കാർ വലിയ തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ TVKയുടെ പ്രശ്നം നേരത്തെ നമ്മൾ ബംഗാളിൽ BJPയെ കുറിച്ച് പറഞ്ഞ പ്രശ്നമാണ്. സംഘടനാ ശക്തി എന്ന് പറയുന്നത് തുലോം ഇല്ലാതെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളിലേക്ക് തങ്ങളുടെ വോട്ടർമാരെ എത്തിച്ച് വോട്ട് ചെയ്യിക്കുക എന്ന പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ തക്ക ഒരു മെഷീനറി, പൊളിറ്റിക്കൽ മെഷീനറി, ഓർഗനൈസേഷണൽ മെഷീനറി വിജയുടെ പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷകർ പലരും പറയുന്നത്, ഈ ഫാൻഫെയർ നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അത് വിജയകാന്ത് ആണെങ്കിലും ആന്ധ്രാപ്രദേശിൽ ചിരഞ്ജീവി ആണെങ്കിലും ഇവിടെ കമലഹാസന്റെ പാർട്ടി തുടക്കത്തിൽ കാണിച്ച ആ ഒരു ചരിത്രം നിലനിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, വിജയ് വലിയ ഫാൻഫെയറും വലിയ രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ നടത്തിയാൽ പോലും
രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വിജയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു ഫാൻഫെയർ മാത്രമാണ്. അത്രയേ ഉള്ളൂ. DMKയും AIDMKയും പോലുള്ള പരമ്പരാഗത പാർട്ടികളുടെ ഓർഗനൈസേഷണൽ ശക്തിക്ക് മുൻപിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ വിജയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ DMKക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്ന ഈ പറയുന്ന വിജയകാന്തിന്റെ പാർട്ടിയും ഈ കമൽഹാസന്റെ പാർട്ടിയും ഇപ്പൊ DMKയോടൊപ്പം ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു യാഥാർത്ഥ്യം തമിഴ്നാട്ടിൽ DMKയെ വളരെ വലിയ ശക്തിയായി മാറ്റിയിരിക്കുകയാണ്. അതെ, മതന്യൂനപക്ഷങ്ങളുടെ തമിഴ്നാട്ടിൽ ഏതാണ്ട് 6% മുസ്ലിം പോപ്പുലേഷനേ ഉള്ളൂ. അതെ അതെ. അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് DMKയോട് വലിയ പിന്തുണയോടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ DMKക്ക് ലഭിക്കാവുന്ന ഒരു വോട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് മുന്നണികളിൽ DMK ആണെങ്കിലും AIDMK ആണെങ്കിലും ഇന്ന് AIDMKയെ കുറിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും സമ്മതിദായകർക്കും ഇടയിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇതൊരു നാഥനില്ല കളരിയായി മാറി എന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എടപ്പാടി നേതൃത്വം കൊടുക്കുന്ന AIDMK ഒരു വലിയ നേതൃത്വത്തിന്റെ അഭാവമുണ്ട് എന്നാണ് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സ്റ്റാലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം AIDMKക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് പകരക്കാരനായി വോട്ട് ചെയ്യണമെങ്കിൽ അത് വിജയിക്കായിരിക്കുമെന്നാണ് ചെറുപ്രായക്കാർ കാണുന്നത്, യുവതലമുറ കാണുന്നത്. പക്ഷെ അവരുടെയൊക്കെ പിന്തുണ വോട്ടാക്കി മാറ്റാനുള്ള സംഘടനാ ശക്തി വിജയ് ആർജിച്ചിട്ടില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് DMKയുടെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതയാണ് തമിഴ്നാട്ടിലെ ഈ പ്രചരണം നമ്മളെ കാണിച്ചു തരുന്നത്. ഒരുപക്ഷെ വിജയും AIDMKയും കൂടെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും, അതുപോലെ തന്നെ ഈ കരൂർ ദുരന്തം പോലൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിലും വിജയ്ക്ക് സംയുക്തമായി AIDMKയുമായി ഒരുമിച്ച് നീങ്ങാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു തോന്നുന്നു. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് താൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പോലും പരസ്യമായി പറയേണ്ടി വന്നിരിക്കുകയാണ് വിജയ്ക്ക്. അപ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് BJPയുമായി സഖ്യത്തിലുള്ള AIDMKയോട് കൈകോർക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി വളരെ വലിയ അബദ്ധമായി മാറിയത്. അതുകൊണ്ടാണ് ഹീസ് ട്രൈങ് ടു ടെസ്റ്റ് വോട്ടേഴ്സ് ഓൺ ഹിസ് ഓൺ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് വളരെ കൃത്യമായി അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാനോ ഒന്നും സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് എന്താണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യം, അതിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടാനും നേടാനും ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് TVK ഈ ഇലക്ഷൻ മത്സരിക്കുന്നത്. ഒരു സോയിൽ ടെസ്റ്റിംഗ് ഈ മത്സരം. അതെ, ഈ മത്സരം AIDMK BJP സഖ്യവും DMKയും തമ്മിലാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ മതന്യൂനപക്ഷങ്ങളുടെ പാർട്ടികൾ ഇപ്പോൾ മുസ്ലിം ലീഗ് മുതൽ SDP വരെയുള്ള പാർട്ടികൾ ഇന്ന് DMKയുടെ സഖ്യത്തിലുണ്ട്. അതുപോലെ തന്നെ ദലിത് പ്രസ്ഥാനങ്ങളുടെ പാർട്ടികൾ, തിരുമാവളവൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി തുടങ്ങി കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ, ഇങ്ങനെ വിശാലമായൊരു സഖ്യം. ഏറ്റവും ഒടുവിലായി ഈ അവർക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്ന പാർട്ടികളെ കൂടി ചേർക്കാൻ കഴിഞ്ഞതോടുകൂടി ഒരു വലിയ വിശാല സഖ്യമായി അത് മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നത്. അതേസമയം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിപക്ഷ സഖ്യം രണ്ട് ചേരികളായി പിരിയുകയും ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് രണ്ട് ചേരികളിലായി പോവുകയും ചെയ്യുന്നതോടുകൂടി സ്റ്റാലിന് അധികാരത്തിൽ തിരിച്ചു നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്നും നമ്മുടെ പൊതുവായൊരു നിഗമനത്തിൽ നിന്നൊക്കെ തോന്നുന്നത്. വിജയ് എന്ന് പറയുന്ന ഫാക്ടറിനെ കൗണ്ടർ ചെയ്യാനായിട്ട് DMK വളരെ ശക്തമായിട്ട് ഉദയനിധി സ്റ്റാലിനെ ഉപയോഗിക്കുന്നു. ഉദയനിധിയുടെ സൗത്ത് തമിഴ്നാട്ടിലെ 1-2 പ്രോഗ്രാമുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഈ പ്രോഗ്രാമുകളിൽ ഉദയനിധിക്ക് ലഭിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്, വലിയ
യുവ കാഹളമല്ല അവിടെ ഉയരുന്നത്. അവിടെ പരമ്പരാഗതമായി DMK-യോട് ചേർന്ന് നിൽക്കുന്നതും, ഒരു കാര്യം മനസ്സിലാക്കണം, DMK-യുടെ എല്ലാ പ്രോഗ്രാമുകളിലും നമ്മൾ കാണുന്നത് വലിയ സ്ത്രീകളുടെ സാന്നിധ്യമാണ്. തമിഴ്നാട്ടിൽ കേരളത്തെ പോലെ തന്നെ കേരളത്തിൽ 2.7% സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ തമിഴ്നാട്ടിൽ 2.5% സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ പുരുഷന്മാരെ അപേക്ഷിച്ച്. കഴിഞ്ഞ 5 വർഷമായി സ്റ്റാലിൻ പിന്തുടരുന്ന ക്ഷേമ പരിപാടികൾ, DMK ഗവൺമെന്റ് പിന്തുടർന്ന ക്ഷേമ പരിപാടികൾ സ്ത്രീകളെ കൂടുതലായി DMK-യിലേക്ക്, ട്രഡീഷണലി ജയലളിതയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന പല സ്ത്രീകളും പല മേഖലകളിൽ പല ജില്ലകളിലും നമുക്കറിയാം, അവരൊക്കെ ഇപ്പോൾ സ്റ്റാലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഫോഴ്സായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ ഉദയനിധി സ്റ്റാലിന്റെ പ്രോഗ്രാം ആണെങ്കിലും MK സ്റ്റാലിന്റെ പ്രോഗ്രാം ആണെങ്കിലും കനിമൊഴിയുടെ പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, സ്ത്രീകളുടെ വലിയ പ്രസൻസ് ആണ് അവിടെ ഉള്ളത്. ഈ സ്ത്രീ വോട്ടേഴ്സിന്റെ ഒരു വലിയ പിന്തുണ എന്ന് പറയുന്നത് DMK-യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. ആ വിജയത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തുന്ന യുവാക്കൾക്കിടയിലെ നീക്കങ്ങൾ, അത് വിജയോടുള്ള ഫാൻഫെയറിൽ നിന്ന് മാറി ഒരു വോട്ടായി DMK-ക്ക് മാറുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DMK-യെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് AIDMK BJP സഖ്യത്തിനോ വിജയുടെ TVK-ക്കോ അത്ര എളുപ്പമല്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഭരണ തുടർച്ചയ്ക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അതിനെ വോട്ടാക്കിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ കഴിഞ്ഞ് ബംഗാളിൽ BJP-ക്കോ തമിഴ്നാട്ടിൽ AIDMK BJP സഖ്യത്തിനോ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിക്കോ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായക പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളും. നന്ദി. നമസ്കാരം. നമസ്കാരം.